ഞാൻ ആത്മീയത ഇഷ്ടപ്പെടുന്നു. ഭഗവാനെ, അത് വേണോ? എന്തിനാത്? ഇഷ്ടപ്പെടേണ്ട ഒരു വിഷയമാണോ ആത്മീയത? എന്തോ ആട്ടെ, നമുക്ക് ബാക്കി വായിച്ചു നോക്കാം. നാമജപങ്ങളും സത്സംഗങ്ങളും ഇഷ്ടപ്പെടുന്നു. നല്ലതാണ്. അത് സത്സംഗം ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ തന്നെ ജന്മാന്തരകൃതമായ പുണ്യത്തിൻ്റെ ഫലമാണ്. അല്ലാത്തവർക്ക് സത്സംഗം ഇഷ്ടാവില്ല. അത് ഈ പൂർവ്വ പുണ്യം ഉണ്ടെങ്കിലേ സത്സംഗത്തിൽ പ്രിയം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടാവില്ല. പക്ഷേ എന്ത് കാര്യം ആരംഭിക്കുമ്പോഴും നെഗറ്റീവ് പരമായ ചിന്തകളാണ് ആദ്യം വരുന്നത്. പോസിറ്റീവ് പരമായ കാര്യങ്ങളാണ് ചിന്തിക്കേണ്ടതെന്ന് അറിയാമെങ്കിലും നെഗറ്റീവാണ് കൂടുതലും മനസ്സിലെത്തുന്നത്. അത് സംസ്കാരം കൊണ്ടാണ്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ്? സംസ്കാരം കൊണ്ടാണ്. അതിനെങ്ങനെ മാറ്റാം? ആ സംസ്കാരം എങ്ങനെ ഉണ്ടായി? ജന്മജന്മാന്തരങ്ങളിൽ എൻ്റെ കർമ്മത്തിൻ്റെ ഫലമാണ് ഇന്നത്തെ എൻ്റെ സംസ്കാരം. അതുകൊണ്ട് ഇതിനെ മാറ്റാൻ ലോകത്തിൽ ഒരാൾക്ക് മാത്രമേ സാധിക്കൂ, അതെനിക്കാണ്. ഈ ചിന്ത വെച്ചിട്ട് നല്ല ശുഭസങ്കല്പങ്ങളെ വളർത്താൻ ശ്രമിക്കുക ബോധപൂർവം. അപ്പം വിപരീതമായ സങ്കല്പം വരും മനസ്സിൽ. സംസ്കാരത്തിൻ്റെ ഫലമായിട്ട് വിപരീത സങ്കല്പം വരും, സാരമില്ല. അപ്പം ബോധപൂർവമായിട്ട് ശുഭം സങ്കല്പിക്കുക. ആദ്യം അത് കൃത്രിമാവും. പക്ഷേ ശുഭം സങ്കല്പിച്ച് ശീലിച്ചാൽ ക്രമേണ അത് സംസ്കാരമായി വരും. അപ്പം സ്വാഭാവികമായി സഹജമായി ശുഭം സങ്കല്പിക്കുന്ന രീതി നമുക്ക് ക്രമേണ വരും. അതുകൊണ്ടാണ് വേദത്തിൽ ശിവസങ്കല്പ സൂക്തം എന്നൊരു സൂക്തം തന്നെയുണ്ട്. ഓരോ മന്ത്രത്തിൻ്റെയും ഒടുവിൽ തന്മേ മനഃ ശിവസങ്കല്പമസ്തു, എൻ്റെ മനസ്സ് ശിവമായ ഭദ്രമായ മംഗളമായ സങ്കല്പത്തോട് കൂടിയതാകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ബോധപൂർവമായി ശുഭം സങ്കല്പിച്ച് ശീലിക്കണം. എന്തുകൊണ്ട്? നമ്മുടെ മനസ്സ് പൊതുവേ അശുഭം സങ്കല്പിച്ചാണ് ശീലിച്ചിട്ടുള്ളത്, അല്ലേ? എന്താ നമ്മുടെ മനസ്സിൻ്റെ സ്ഥിതി? സത്സംഗങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവും, ഒക്കെ ശരിയാ. എന്നാലും നമ്മുടെ മനസ്സിൽ പൊതുവേ വരിക അശുഭസങ്കല്പല്ലേ? എന്താ അഭിപ്രായം? ആണോ അല്ലയോ? എൻ്റെ മനസ്സിൽ ശുഭസങ്കല്പ സ്വാമി വരിക, ഭാഗ്യം, മഹാഭാഗ്യം, ഇത്രയേ ഉള്ളൂ. പൊതുവേ അശുഭസങ്കല്പ വരിക. ഇല്ലേ? 4:30 മണിയാകുമ്പോൾ കുട്ടി സ്കൂളിൽ നിന്ന് വരാറുണ്ട് ദിവസവും. സ്കൂൾ ബസ് 4:30-ക്കാണ് വരിക. 4:35 ഇന്ന് വന്നില്ല. 4:45 വന്നില്ല. 4:48, 4:50, 5. എന്താ ചിന്തിക്കണത്? കുട്ടിക്ക് എന്തോ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ ഏതൊരു ക്ലബിൻ്റെ മീറ്റിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ വരണ വഴിക്ക് ഏതെങ്കിലും രോഗി കിടക്കുന്നത് കണ്ടിട്ടുണ്ടാവും, അവനെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് എൻ്റെ മോള് വൈകണത്, അതുകൊണ്ടാണ് എൻ്റെ മോൻ വൈകണത് എന്നാണോ ചിന്തിക്കാറ്? അല്ല വല്ല ബസ്സിൻ്റെ ഉള്ളിൽ കുടുങ്ങിയോ, ആരെങ്കിലും പിടിച്ചു കൊണ്ടുപോയോ, അല്ല വെള്ളത്തിലൊഴുകി പോയോ? എന്താ ചിന്തിക്കാറ്? സത്യം പറയണം, കള്ളം പറഞ്ഞേക്കരുത്. ആദ്യത്തെയാണോ രണ്ടാമത്തെയാണോ ചിന്തിക്കാറ്? അതാണോ നമുക്കിഷ്ടം? എൻ്റെ കുട്ടി ബസ്സിന് കുടുങ്ങി ചാവണം എന്നാണോ നമുക്കിഷ്ടം? അല്ല, നമുക്കിഷ്ടം ഒന്നാമത്തെയാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കണതോ രണ്ടാമത്തെ. അതെന്താ? അതാണ് നമ്മൾ അശുഭം സങ്കല്പിച്ച് ശീലിച്ചു പോയി. ഇനി അത് മാറ്റിയെടുക്കണം. എപ്പോഴും നല്ലത് സങ്കല്പിക്കുക. നമുക്ക് ഒരു വീട്ടിൽ പോയി അയാൾ ഒരു 1/2 ഗ്ലാസ് ചായ തന്നാൽ 1/2 ഗ്ലാസ്സേ തന്നുള്ളൂ എന്ന് ചിന്തിക്കുന്നതിന് പകരം 1/2 ഗ്ലാസ് തന്നുവല്ലോ എന്ന് ചിന്തിച്ചു നോക്കൂ. എത്ര തന്നില്ലേ? എത്ര ആൾക്കാർക്ക് കൊടുക്കണം? എനിക്ക് 1/2 തന്നില്ലേ? അങ്ങനെ ചിന്തിച്ചു നോക്കൂ. അത് ശീലിക്കൂ. അയാൾ എന്നെ കണ്ടിട്ട് മിണ്ടിയില്ല, എന്നാ നോക്കണ്ടേ? പാവട്ടോ, എന്തൊക്കെയോ ആലോചനയിലാവും, വേറെ എന്തൊക്കെയോ വിഷമമുണ്ടാവും, അതുകൊണ്ട് എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്ന് ചിന്തിച്ചൂടെ? മറ്റേ നമുക്ക് അയാളുടെ വെറുപ്പായി, ഇത് നമുക്ക് അയാളുടെ ഒരു സ്നേഹമായി. പാവം, ഞാൻ അയാളെ ശല്യപ്പെടുത്തണ്ട. ചിലപ്പോൾ നമ്മളെ കണ്ടിട്ട് കാണാത്ത ഭാവത്തിൽ ഇരിക്കുകയായിരിക്കും, പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ്, തിരിച്ചല്ല. അത് ശീലിക്കുക, ശുഭം സങ്കല്പിച്ച് ശീലിക്കുക. അപ്പോൾ ആ സംസ്കാരം വളരും.
കുട്ടിക്കാലങ്ങളിലെ അനുഭവങ്ങളൊന്നും ഇങ്ങനെ നെഗറ്റീവ് ചിന്തകൾ വരുന്നതിൻ്റെ പിന്നിലുണ്ടോ മനസ്സിലാവുന്നില്ല. ഉണ്ടാവും തീർച്ചയായിട്ടും. നമ്മുടെ ഉള്ളിലൊക്കെ ജന്മജന്മാന്തരങ്ങളുടെ സംസ്കാരങ്ങളുണ്ട്, പ്ലസ് ഈ ജന്മത്തിലെ ചെറുപ്പത്തിലുണ്ടായിട്ടുള്ള അനുഭവ വിശേഷങ്ങളുണ്ട്. ട്രാപ്ഡ് ഇമോഷൻസ് നമ്മളിലൊക്കെ അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട് ചെറുപ്പത്തിലുള്ള. അതൊന്നും തുറന്ന് വിട്ടാൽ തന്നെ പ്രശ്നങ്ങൾ പകുതി തീരും. വ്യക്തിത്വത്തിൽ കറ പുരണ്ട് നിൽക്കുക നമുക്കൊക്കെ. ചെറിയ ഉദാഹരണം പറയാം. നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു പടിയിൽ കാല് വെച്ച് കുത്തി കരഞ്ഞു. ഉടനെ മുത്തശ്ശി വന്നിട്ട് ആ പടിയിലടിക്കുക. എന്ത് തോന്നിയാസം ആലോചിച്ച് നോക്കൂ. അതിന് പകരം നീ നോക്കി നടക്കാത്തതുകൊണ്ടല്ലേ കാല് കുത്തിയത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ കുട്ടിക്ക് മനസ്സിലാവും. അതിന് വരെ പടീനടിച്ചു കഴിഞ്ഞാലോ മറ്റൊരാളെ ഉപദ്രവിച്ച് സ്വയം സന്തോഷം കണ്ടെത്താനുള്ള മനോഭാവം നമ്മളിൽ വളരുകയാണ്. ഇതാണ് മറ്റുള്ളവർക്ക് വേദന ഉണ്ടാകുമ്പോൾ നമുക്കൊരു സുഖം ഉണ്ടാവാൻ കാരണമാവുന്നത്. ഇങ്ങനെ ചെറുപ്പത്തിലുള്ള ഒരുപാട് അനുഭവ വിശേഷങ്ങൾ നമ്മളിലൊക്കെയുണ്ട്. അതിനെ ബോധപൂർവമായി സാധന കൊണ്ട് മാറ്റിയെടുക്കണം, വിചാര പ്രക്രിയ കൊണ്ട് മാറ്റിയെടുക്കണം. എല്ലാത്തിലും നല്ലത് കാണാൻ പഠിക്കുക. ഇനി കഴിഞ്ഞ ജന്മഫലമാണോ അതും ഉണ്ടാവും. ഈ ജന്മം ഉണ്ടാവും, കഴിഞ്ഞ ഉണ്ടാവും, അതിനു മുമ്പത്തും ഉണ്ടാവും. എന്നിട്ട് പോരുകയാണ് സഞ്ചിതത്തിൻ്റെ ഭാഗമായിട്ട്. നെഗറ്റീവ് പരമായ ചിന്തകൾ വരുമ്പോൾ മന്ത്രവും നാമവും ചൊല്ലുമ്പോഴും അതിനെ മറികടന്ന് ഇവ വരുന്നുണ്ട്. സ്വാമിജിയുടെ വിലയേറിയ അഭിപ്രായം ആവശ്യമാണ്. ഇതൊക്കെ തന്നെ അഭിപ്രായം. അതുകൊണ്ട് ഇതൊന്നും മാറ്റാനാവില്ല എന്നുള്ള നെഗറ്റീവ് വേണ്ട. പിന്നെയോ ഇതൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും. എന്തുകൊണ്ട്? ഇത് ഞാൻ സമ്പാദിച്ചതാണ്, ഇതൊരു ദൈവവും തന്നതല്ല, ഞാൻ സമ്പാദിച്ചതാണ്. ചിലപ്പോൾ നമ്മൾ ഞാൻ സമ്പാദിച്ചതാണെന്നുള്ളത് അംഗീകരിക്കാൻ തയ്യാറാവില്ല. ഇന്നുണ്ടായ സംഭവം പറയാം. ഇന്നൊരാൾ ഒരു തട്ടിപ്പ് ചെയ്തു. തട്ടിപ്പ് ചെയ്തത് കയ്യോടെ പിടിച്ചു. അയാളെ വിളിച്ചു. അയാളുടെ ഒരു വിരോധം നമുക്കില്ല, ഒരു വിരോധമില്ല. പക്ഷെ അയാൾ ഒരിക്കലും ചെയ്യരുതാത്ത, ആശ്രമത്തിൽ ഒരിക്കലും ചെയ്യരുതാത്ത, ലോകത്തിൽ ഒരിക്കലും ചെയ്യരുതാത്ത ഒരു തെറ്റാണ് ചെയ്തത്. അപ്പോൾ അയാളെ വിളിച്ച് ചോദിച്ചപ്പോൾ അയാൾ പറയുക, എന്നോട് ഈശ്വരൻ തോന്നിപ്പിച്ചു, ഞാൻ അങ്ങനെ ചെയ്തു. ഞാൻ പറഞ്ഞു, നാളെ ഈശ്വരൻ വേറെ വല്ലതും തോന്നിപ്പിച്ചാൽ നിങ്ങളത് ചെയ്യും, അതുകൊണ്ട് ഇന്ന് തൊട്ട് ആശ്രമത്തിൽ നിൽക്കേണ്ട, വേറെ സ്ഥലം വിട്ടോളൂ. അല്ല, അപ്പം ഞാൻ പോകണമെന്നാണോ പറഞ്ഞത്? പോയേ മതിയോ. കാരണം നമുക്ക് വേറെ എന്ത് സഹിക്കാം. നിങ്ങളൊരു ചാരായം കുടിച്ച് വന്നാലും ഞാൻ സഹിക്കും. കാരണം മാനുഷികമായി സംഭവിക്കുന്ന തെറ്റുകളെ ഞാൻ അംഗീകരിക്കും. പക്ഷേ അസത്യം എന്നുള്ളതിന് അംഗീകരിക്കാൻ പറ്റില്ല. അസത്യത്തെ അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ സ്വാമി ഞാൻ ഇവിടുന്ന് പോകണം തന്നെയാണ് സ്വാമി പറഞ്ഞത്, അത് തന്നെയാണ് പറയുന്നത്. മേലിൽ ആശ്രമത്തെ കണ്ടുവരുന്നത് പറയേണ്ടി വന്നു, ഇന്നാണ് പറയേണ്ടി വന്നത്. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അത് ഈശ്വരൻ തോന്നിക്കണമെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? കള്ളത്തരം ചെയ്യാൻ. ഒരു സാധനം വിൽക്കുന്നു, എന്നിട്ട് അതിൻ്റെ ഒറിജിനൽ വില ഉദാഹരണത്തിന് 2000 ആണെന്ന് വിചാരിക്കുക. മറ്റേ ആളോട് പറയുകയാണ്, നീ ഒരു 1000-ൻ്റെ ബില്ലിട്ട് തന്നേക്ക്. അപ്പോൾ ആശ്രമത്തിൽ എന്ത് പറയാം? ഇതിൽ 1000 റുപ്യയാണ് കിട്ടിയതെന്ന് പറയാം. 1000 റുപ്യ കൊടുക്കാം, ബാക്കി 1000 ഓക്കെ. 1000 അല്ല, 1,00,000 പോക്കറ്റിലിട്ടാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടുന്ന ദക്ഷിണ മുഴുവൻ ഞാൻ ആൾക്കാർക്ക് കൊടുക്കുന്നതാണ്, മുഴുവൻ. പൈസക്കല്ല അവിടെ. പക്ഷെ ഒരു കള്ളത്തരം എന്ന് പറഞ്ഞത് അംഗീകരിക്കാൻ പറ്റില്ല, അത് അനുവദിക്കാൻ പറ്റില്ല. ഉള്ളത് ഉള്ള പോലെ പറയാം. അപ്പം ആര് ജയിച്ചു എന്നാണ് പറഞ്ഞത്? ഈശ്വരൻ. ഇത് പണ്ടും പറഞ്ഞിട്ടുണ്ട്. ജാനാമി ധർമ്മം നജമേ പ്രവൃത്തി, ജാനാമ്യധർമ്മം നജമേ നിവൃത്തി, കേനാഭി ദേവേന ഹൃദിസ്ഥിതേന യഥാ നിയുക്തോസ്മി തഥാ കരോമി. ധർമ്മം എന്താണെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റണില്ല. അധർമ്മം എന്താണെന്ന് എനിക്കറിയാം, ചെയ്യാതിരിക്കാൻ പറ്റണില്ല. ഉള്ളിലിരിക്കുന്ന ഏതോ ഒരു ദൈവം എന്നെക്കൊണ്ട് എന്തൊക്കെയോ ചെയ്യിപ്പിക്കുക. അതുപോലെ ഞാൻ ദൈവമാണത്. ദൈവമല്ല, വാസനയാണ്, നമ്മുടെ വാസനയാണ്. അത് തിരിച്ചറിയണം. ആ വാസനയെ തിരുത്താൻ എനിക്കേ കഴിയുള്ളൂ. എന്നാലും സ്വാമി എന്തൊരു കണ്ണ് ചോരല്ലാത്ത ആൾ, അയാൾക്ക് ഒന്ന് തിരുത്താൻ അവസരം കൊടുക്കേണ്ടിയിരുന്നോ? അയാൾക്ക് പുറത്തും തിരുത്തിക്കോട്ടെ, ഇത് വരട്ടെ. ഉള്ളിലിരുന്ന് തിരുത്തണ്ട, വീണ്ടും ആശ്രമത്തെ പരീക്ഷണ വസ്തു ആക്കണ്ട. പറഞ്ഞ അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുക. അതാണ്.